നീ എന്തിനാണ് ഈ അറിയത്ത് വന്ന് കിടന്ന് തണുപ്പടിക്കുന്നത്? വല്ല സൂക്കേടും വരും. ആ സൂക്കേട് വന്നോട്ടെ, അതിന് തള്ളയ്ക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. മരുന്ന് തരുമ്പോ ഞാൻ നോക്കണം. അതിനാള് വന്നിട്ടുണ്ട്. ഓ, ഇപ്പൊ അമ്മ പുറത്ത്. തള്ളേ, ദേ അവളുടെ അടുത്ത് നാക്കിട്ടടിക്കരുത് കേട്ടോ. വേണ്ട, ഞാൻ തൊഴുതു നിന്നോളാം. അയ്യോ, തൊഴുവൊന്നും വേണ്ട, തൊഴിക്കാണ്ടിരുന്നാ മതി. ഒരു തൊഴിലുകാരി ഇറങ്ങിയിരിക്കുന്നു. എടാ ദിവാരാ, ആ കൊച്ചു കയറി ഒന്ന് ദിവസമെങ്കിലും നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. പിന്നെ ഇനി വന്നേ, വായി വെക്കാൻ കൊള്ളാവുന്ന വല്ലതും ഉണ്ടാക്കി കൊടുക്കണം. അവള് കട്ടിൽ കിടന്നോട്ടെ, അമ്മ വായ കിടന്നാ മതി. ഞാൻ പായൽ കിടന്നോളാം, അമ്മായി കട്ടിൽ കിടന്നോട്ടെ. ഉളുമ്പ് നാറ്റ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു തലേന്ന് കൊടുക്കണം കേട്ടോ അല്ലേ. ഒരു പാട്ടും കൂടെ പാടി കൊടുക്കണോ ഉറങ്ങാൻ? എടാ നേലത്ത് നിക്കട്ടെ, തലേ കയറ്റി വെക്കല്ലേ. പിന്നെ എന്നും എന്റെ കൂടെ കിടത്താനാണോ വിചാരിച്ചേക്കണേ? പിന്നോടെ കിടത്താൻ? എടാ മരക്കഴുതേ, ആ കണിയാനെ കണ്ടൊരു ദിവസം കുറിച്ച് വേഗം കാര്യം നടത്താൻ നോക്ക്. അല്ലാണ്ട് ഇറയത്ത് പായം വിരിച്ച് പട്ടിയെ പോലെ കാല് നിൽക്കാണ്ടേ ആൺകുട്ടിയെ പോലെ അകത്ത് കയറി കിടക്കടാ. അവന്റെ ഒരു അല്ലേ ആരാടി അത്? പപ്പേച്ചിയുടെ വീട്ടില് ആശാരിപ്പണിക്ക് വന്ന ആളാ. എന്താണ് നീ അവനായിട്ട്? ഒന്നുമില്ല. നീ ഒന്ന് വിളിച്ച് ചോദിക്കാം അവളോട്. എന്ത്? നിങ്ങൾക്ക് വല്ല പ്രാന്തമുണ്ടോ? അവളെ ഇന്നും ഇന്നലെയാണോ നമ്മൾ കാണുന്നേ? ഇപ്പോഴത്തെ കാലത്ത് പെണ്ണ് കാണുന്ന മിണ്ടുകയും പറയുകയും ചെയ്യുന്നത് ഒരു വലിയ കാര്യ. അതെങ്ങനെയാ? ചീത്ത മാത്രല്ലേ കാണൂ. ഞാൻ കാണുന്നത് പറയുന്നത് മുഴുവൻ ചീത്ത. നിങ്ങളൊക്കെ വലിയ പുണ്യാളന്മാര് ആയിക്കോട്ടെ. ഞാൻ ഒരക്ഷരം മിണ്ടണില്ല. നീയായി നിന്റെ പാടായി. ഓ പിന്നെ മിണ്ടാണ്ടിരിക്കണ ഒരു മുതല്. ഒന്നല്ലെങ്കിൽ വായ തുന്നിക്കെട്ടണം, എല്ലാ ബാക്കിയുള്ളവർ ചെവിക്കകത്തോട്ട് ഈ ഉരുക്കി ഒഴിക്കണം. നീ ഉറങ്ങിയില്ലേ? അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ നീ അത് കാര്യമായിട്ട് എടുക്കണ്ട. സ്വഭാവം അറിയാലോ. അമ്മായി പറഞ്ഞത് ശരിയാ. ഞാനും ശശിയേട്ടനും ഇഷ്ടത്തിലാ. ഞങ്ങള് ഒന്ന് ചോദിക്കാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഒന്നിനിപ്പോ എന്റെ മോളെ അതിന് മാത്രം എന്ത് തെറ്റാണ് അവൾ ചെയ്തത്? ഇന്നിപ്പം മാരളക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ വീട്ടിൽ ചെന്നപ്പോ ഒരുപാട് ശരിയാ, നീ അപ്പൊ 100 രൂപ വാങ്ങിച്ചപ്പോഴേ ഞാൻ മനസ്സിലാക്കിയത്. എല്ലാവരും പറഞ്ഞു നമ്മള് നീ അത് മുഴുവൻ ഇന്നലെ നശിപ്പിച്ചില്ലേ? എന്താ നിന്റെ ഉദ്ദേശം? എന്ത്? രാധയുടെ കാര്യ ചോദിച്ചത്. അത് ഞങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ
അടുക്കരുത്, കൊല്ലുന്നേ. ഇതിലുള്ള പേര് പോലും നീ ഓർത്താ കൊല്ലും ഞാൻ. ചന്ദ്രനെ ഇനി ഒന്ന് ചെയ്യൂ. മോനെ ദിവാര, നീ എന്തെങ്കിലും ഒന്ന് പറയടാ. എന്ത് പറയാനാമേ? അവളുണ്ടില്ലേ അമ്മേ? ഇന്നൊരു വസ്തു കഴിച്ചിട്ടില്ല. അമ്മയ്ക്ക് നിർബന്ധിച്ചെന്തെങ്കിലും കഴിപ്പിക്കായിരുന്നില്ലേ? പറയുന്നിട്ടാണോ? അനുസരിക്കണ്ടേ? വാശി. അത് മുഴുവൻ തിന്നിടാ. രാധേ, മോളെ, സാരില്ല. ദിവാരേട്ടന് സഹിക്കാൻ പറ്റാത്തോണ്ടല്ലേ? ഇന്നലെ വരെ നിന്നെ നുള്ളിപ്പോലും നോവിച്ചിട്ടുണ്ടോ ദിവാരേട്ടൻ? ദിവാരേട്ടൻ ഈ ജന്മത്ത് എന്തും വേണ്ടെന്ന് വയ്ക്കാം, നിന്നെ ഒഴിച്ച്. കുട്ടിയായിരിക്കുന്നവര് ദിവാരേട്ടൻ നിന്നെ മോഹിക്കണതാ. നിന്നൊരാള് പത്നിയിച്ച് പോലും നിന്നെ അതിരുവിട്ട് സ്നേഹിക്കണമെന്ന് എനിക്കിഷ്ടമല്ല. അപ്പൊ പിന്നെ വേറൊരാളോട് നിനക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ സഹിക്കുക? സാരമില്ല. ദിവാരേട്ടനോട് ദേഷ്യമുണ്ടോ നിനക്ക്? കുട്ടികളാകുമ്പോ ചില വിവരക്കേടും എടുത്തിയാട്ടവും ചില തമാശകളികളൊക്കെ ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ ഉണ്ട് ദിവാരേട്ടന്. അത് പോട്ടെ, മറന്നുകള. നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല ലോകം. മിന്നണതെല്ലാം പൊന്നല്ല. അവിടെ ചോണയുണ്ടെങ്കിൽ ഇറങ്ങി വേണം, കാലത്തിടാം. ചോണയുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി വാടാ. എങ്ങനാ അങ്ങനെ പോകുന്നേ? എന്തിനാടാ പടം മുഴുവൻ ഇളകി വന്നേക്കണത്? എന്റെ ഈശ്വര, എന്താ വേണ്ടേ? എന്റെ കുട്ടിയെ നീ കൊല്ലും അല്ലേടാ? കൊല്ലും. ഇപ്പൊ തല്ലേയുള്ളൂ. തെമ്മാടിത്തരം കാട്ടിയാൽ കൊല്ലും. നിന്റെ പെണ്ണിനെ നീ മര്യാദയ്ക്ക് വളർത്തണം. എന്റെ ചക്കനെ കൈയും കണ്ണും കാണിച്ച് വശീകരിച്ചിട്ട് പണിസ്ഥലത്ത് പാട്ടും കൂത്തും കാട്ടി എന്റെ കുട്ടിയെ വശീകരിച്ചിട്ട് നീ ന്യായം പറയണ?
ഇനി പരിസരത്തവനെ കണ്ടാണ്ടല്ലോ പണിയെടുത്ത് നിന്നില്ല, ചവിട്ടിയാൻ തണ്ടലൊടിക്കും. അപ്പൊ ഞങ്ങളുടെ കയ്യൊക്കെ മാങ്ങ പറിക്കാൻ പോകും. ചെക്കന്റെ മേത്തൊരു പഴത്തടി വീണുണ്ടല്ലോ, ഇത് കണ്ടതേ മരം പണിയാൻ മാത്രമല്ല ചങ്കി കിളികൾ ഓടുന്നുണ്ടല്ലോ, ആകുന്നുണ്ടല്ലോ കൈകാട് ഇപ്പൊ ചെയ്യും. ഊളത്തരം കാട്ടിയ ഇനിയുണ്ടാവും. സ്റ്റേഷനിൽ കയറ്റി ഇടിച്ച് പതപ്പിച്ചില്ലെങ്കിൽ, നിന്റെ പണി ഞാൻ കളയിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് കുഞ്ഞുണ്ണ. പിന്നെ താനെന്റെ ഓലത്തും പോടാ. ആരെയാടാ നീ തല്ലി കൊല്ലാറാക്കിയത്? പോയി അന്വേഷിക്ക്. പോയി കിടക്കടി. കൊല്ലണമെങ്കിൽ ആദ്യം എന്നെ കൊല്ല, എന്നിട്ട് മതി എന്റെ ശശിയേട്ടനെ. അത് എന്റെ ശശിയേട്ടനെ തല്ലി ഓടിച്ച ഞാൻ നിങ്ങൾക്ക് സമ്മതിക്കുമെന്ന് കരുതിയോ? 5 വയസ്സ് മുതൽ കൂടെ കൊണ്ടുവന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി വളർത്തിയ ദിവാരേട്ടകൾ വലുതാണോ ഇന്നലെ കണ്ടൊരു ആശാരിച്ചക്കൻ? അതെ, എനിക്കിപ്പോ നിങ്ങളെക്കാൾ വലുത് അയാളാണ്. അപ്പോ ദിവാരേട്ടൻ നിനക്കാരുമല്ല. ഈ ജീവിതം മുഴുവൻ ഞാൻ മോഹിച്ചതും വിചാരിച്ചതൊക്കെ എന്നെ എന്റെ ഇഷ്ടത്തിന് വിട്ടില്ലെങ്കിലുണ്ടല്ലോ, ഈ റെയിൽപാളത്തിൽ നിന്ന് എന്റെ കൈയും കാലും ഒക്കെ പെറുക്കി കൂട്ടേണ്ടി വരും നിങ്ങൾക്ക്. മോനെ, കേട്ടില്ല അമ്മേ, ഞാൻ ആരുമല്ല. അമ്മേ, രണ്ട് ചീത്ത പറയുന്നല്ലേ, എന്തെങ്കിലും ഇല്ല മോനെ.